നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയോടുകൂടി വരുന്ന അഷ്ടമി തിഥി. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശിവഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിനമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ശിവഭഗവാന്റെ സ്വരൂപമായി അറിയപ്പെടുന്ന കാലഭൈരവർക്ക് ഏറ്റവും അനുയോജ്യമായ ദിനം അല്ലെങ്കിൽ തിഥി എന്ന് പറയുന്നത് അഷ്ടമി തിഥിയാണ്. ഇന്ന് തിങ്കളും അഷ്ടമിയും ചേർന്നു വരുന്ന ഈ ദിവസത്തിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചും ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. കാലങ്ങളാൽ തീർക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളെയും തീർത്തെടുക്കുവാൻ സാധിക്കുന്ന വഴിപാടാണ് കാലഭൈരവ വഴിപാട് എന്ന് പറയുന്നത്. അതായത് കാലങ്ങളാൽ തീർക്കാൻ സാധിക്കാത്തത് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലത്തെ പ്രശ്നങ്ങൾ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഗ്രഹദോഷങ്ങൾ മുഖാന്തരം, ശനിദോഷമാണെങ്കിലും ഏഴര ശനിയാണ്, കണ്ടകശനിയാണ്, അഷ്ടമശനിയാണ്, അതുപോലെ ജാതകവശാൽ പ്രശ്നങ്ങളുള്ള സമയമാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ, ഏതൊരു തരത്തിലുള്ള ദോഷങ്ങളാണെങ്കിലും ആ ദോഷത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് കാലഭൈരവ വഴിപാടിലൂടെ തന്നെയാണ്. കാലഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ്. എന്ത് പ്രശ്നമാണെങ്കിലും, സാമ്പത്തികപരമാണെങ്കിലും ആരോഗ്യപരമാണെങ്കിലും തൊഴിൽ തടസ്സങ്ങളാണെങ്കിലും, ഇനി അഥവാ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും, ഭർത്താക്കന്മാർ എപ്പോഴും നമ്മളോട് സ്നേഹത്തോടു കൂടി ഇരിക്കണം, പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കണം, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എന്നും ഉണ്ടാകണം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വഴിപാടുകൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിനമാണ് ഈ അഷ്ടമി തിഥി എന്ന് പറയുന്നത്. ഇന്ന് വളർപ്പിറ അഷ്ടമിയാണ്. അതായത് നമുക്ക് അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന 8ാം ദിവസത്തെയാണ് അഷ്ടമി തിഥിയായി കരുതപ്പെടുന്നത്. അതുപോലെ പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന 8ാം ദിവസത്തെ തേയ്പിറ അഷ്ടമി എന്ന് പറയുന്നുണ്ട്. ഈ തേയ്പിറ അഷ്ടമി ദിവസങ്ങളിലാണ് അധികം ക്ഷേത്രങ്ങളിലും, അതായത് കാലഭൈരവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വഴിപാടുകളും പൂജകളുമെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ വളർപ്പിറ അഷ്ടമി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കാൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, അതായത് തൊഴിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും കുറച്ചും കൂടി ഉയർന്നു പോകണമെന്ന് ആഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഒരു ഓക്കെയാണ്, ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ, അതുപോലെ ആരോഗ്യം ഇപ്പോൾ കുഴപ്പമില്ല, ശരിയായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കണം, അത് വീണ്ടും മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ, അങ്ങനെ വളർപ്പിറ അഷ്ടമി തിഥിയിൽ നമ്മൾ ഏത് കാര്യമാണോ ഉയർന്നു വരണം, ഞാൻ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് അഷ്ടമി തിഥികളിൽ കാലഭൈരവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്ത് ദീപം തെളിയിച്ചു വരാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്ന് പറയുന്നവർ ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയത്തോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് ഇന്ന് 8 കുരുമുളക് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ 8 കുരുമുളക് എടുത്തതിനു ശേഷം അത് നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് നമ്മൾ എവിടെ ഇരുന്നു കൊണ്ടാണെങ്കിലും, പൂജാമുറിയിലാണെങ്കിലും അല്ല നമ്മുടെ വീട്ടിൻ്റെ ഹാളിലാണെങ്കിലും, ഇനി അഥവാ ബെഡ്റൂമുകളിലാണെങ്കിലും നമ്മൾ കിഴക്കുദിശ നോക്കി ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ വെറും 8 പ്രാവശ്യം ചൊല്ലാം. ഓം കാലഭൈരവായ നമഃ എന്നുള്ള മന്ത്രം 8 പ്രാവശ്യം ജപിച്ചതിനു ശേഷം ഈ കുരുമുളക് നമ്മുടെ തലയിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ 8 തവണ ഒഴിയുക. നമ്മൾ എവിടെ നിന്നാണോ ചെയ്യുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് ഇത് ചെയ്തതിനു ശേഷം വീടിന് പുറത്തു പോയി നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുരുമുളക്, പിറകിലൊരു കുരുമുളക്, വലതുവശത്ത് ഇടതുവശത്ത്, ഇങ്ങനെ 4 കുരുമുളകിനെ നമുക്ക് ഓരോ വശത്തേക്കും കണ്ണടച്ച് നിന്നുകൊണ്ട് തന്നെ എറിയാവുന്നതാണ്. നമ്മൾ വീടിന് പുറത്ത് പോയിട്ട് കണ്ണടച്ചുകൊണ്ട് ഒരു കുരുമുളക് നമ്മുടെ നേരെ എതിർവശത്തും ഒരു കുരുമുളക് നമ്മുടെ പിൻവശത്തും, അതുപോലെ തന്നെ വലതും ഇടതും 4 കുരുമുളക് എറിഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഇതിനിടയിൽ വരുന്ന ആ 4 വശം എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് ആയിട്ട്, വലത് ക്രോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വശത്തും ഇടത് ക്രോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വശത്തും, അതുപോലെ തന്നെ നമ്മുടെ പിറകിൽ ക്രോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തും ഈ ഭാഗത്തും ഇങ്ങനെയുള്ള 4 കുരുമുളകും എറിയാവുന്നതാണ്.
ആകെ മൊത്തത്തിൽ 8 കുരുമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 8 കുരുമുളകും നമ്മുടെ ചുറ്റിലുമുള്ള വശങ്ങളിലെല്ലാം നമ്മൾ എറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം തിരിഞ്ഞു നോക്കാതെ നമ്മുടെ വീടിനകത്തേക്ക് കയറി വരിക. നിങ്ങൾ ഏത് കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു താന്ത്രികം ചെയ്യുന്നത്, ആ കാര്യം ഇനി വെറും 8 ദിവസത്തിൽ നിറവേറി കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കിത് അറിയില്ല, ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ ഓം കാലഭൈരവായ നമഃ എന്ന് 8 പ്രാവശ്യം ജപിച്ചുകൊണ്ട് കിടക്കുകയെങ്കിലും ചെയ്യുക. ഈ കുരുമുളക് താന്ത്രികം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ശത്രുദോഷം, ദൃഷ്ടിദോഷം, അതുപോലെ തന്നെ നമുക്കറിയാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. നമ്മൾ വിചാരിക്കും, ഞാൻ നല്ല രീതിയിൽ ജീവിച്ചവരാണ്, ഇപ്പോൾ എൻ്റെ ജീവിതം എന്തേ ഇങ്ങനെ എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരേക്കാൾ നല്ല രീതിയിൽ തൊഴിൽ നടത്തിയതാണ്, എൻ്റെ തൊഴിൽ ഇപ്പോൾ വളരെയധികം നഷ്ടത്തിലാണ് പോകുന്നത് എന്ന് പറയും. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ല എന്ന് പറയും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശത്രുദോഷം, ദൃഷ്ടിദോഷം, അതുപോലെ തന്നെ നെഗറ്റീവ് ശക്തികൾ എന്നിവയാണ്. ഇത് നമ്മൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ 8 വശങ്ങളിലുമുള്ള ദുഷ്ടശക്തികളെ നമ്മളിൽ നിന്ന് അകറ്റി എറിയുവാൻ വേണ്ടി ഈ കുരുമുളക് നമ്മുടെ തലയ്ക്കുഴിഞ്ഞുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. ഇത് നിങ്ങൾ ഈ അഷ്ടമി തിഥി എന്നു മാത്രമല്ല, തേയ്പിറ അഷ്ടമിയാണെങ്കിലും വളർപ്പിറ അഷ്ടമിയാണെങ്കിലും എപ്പോഴെല്ലാം അഷ്ടമി തിഥി നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുവോ അപ്പോഴെല്ലാം ചെയ്യാവുന്നതാണ്. ഇനി അഷ്ടമി തിഥി എനിക്ക് മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണുവാൻ വിട്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഇതേ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇത് ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നമ്മുടെ വീട്ടിലെ മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഇത് ഒഴിയണം എന്ന് പറയുകയാണെങ്കിൽ അവരെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇത് ചെയ്ത് നമ്മൾ തന്നെ ഈ കുരുമുളക് വീടിന് പുറത്തു കൊണ്ടുപോയിട്ട് തിരിഞ്ഞു നോക്കാതെ വരാവുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. ഉറപ്പായും ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ, സാമ്പത്തികമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഇനി ഏതെങ്കിലും തടസ്സങ്ങളാണെങ്കിലും ഏതെങ്കിലും ആഗ്രഹം നിറവേറി കിട്ടണമെന്നാണെങ്കിലും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിലും തുടങ്ങി ഏതു കാര്യങ്ങളാണെങ്കിലും 8 ദിവസത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും കിട്ടും. ഇനി എപ്പോഴും പറയുന്നത് പോലെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കാനാണ് നമുക്ക് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ 8 പ്രാവശ്യം മനസ്സിൽ ഓം സ്വർണ്ണാകർഷണ ഭൈരവായ നമഃ എന്നുള്ള മന്ത്രം ജപിച്ച് കിടക്കുക. അതും പ്രധാനമായും അഷ്ടമി തിഥികളിൽ നമ്മൾ ജപിക്കുന്നതിലൂടെ നമ്മുടെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനുള്ള വഴികൾ നമുക്ക് ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് വരുമാന മാർഗം വർദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ തൈമാസത്തിലെ തിങ്കളാഴ്ചയോടുകൂടി വരുന്ന അഷ്ടമി തിഥി മിസ് ചെയ്യരുത്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫ്ലാറ്റുകളിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 ഭാഗത്തും ഇതെറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിൻ പുറത്തെല്ലാം ആണെങ്കിൽ വീടിന് വെളിയിൽ മുൻവശത്ത് മുറ്റത്ത് വന്ന് നമുക്ക് എറിയാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഫ്ലാറ്റിലും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളിലുമാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുരുമുളക് ഒന്നുകിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞ് വീട്ടിന് പുറത്ത് വെച്ച് ആ കുരുമുളക് കത്തിച്ച് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതും പരിപൂർണമായ ഫലം തരും. നമ്മൾ 8 കുരുമുളക് എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അഷ്ടദിക്കുകളിൽ നിന്നും വരുന്ന പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഫലം നമ്മളെ തേടി വരും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രികങ്ങൾ, പരിഹാര മാർഗങ്ങൾ, മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ നാളെ നമ്മുടെ തൈപ്പൂയത്തിൻ്റെ കൃത്തിക നക്ഷത്ര ദിവസം തുടങ്ങുകയാണ്. നാളെ മുതൽക്ക് 6 ദിവസം വ്രതം അനുഷ്ഠിക്കണം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കൂടാതെ നാളെ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രജപത്തെക്കുറിച്ചും ഉടൻ തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.